പാലക്കാട്ടെ ബ്രൂവറിയെ പിന്തുണച്ച് JDS. പ്ലാച്ചിമടയും ഇപ്പോഴത്തെ മദ്യനിർമ്മാണശാലയും തമ്മിൽ വ്യത്യാസമുണ്ട്. മദ്യനിർമ്മാണശാലയ്ക്ക് ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസിന്റെ വിശദീകരണം. ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തണമെന്നാണ് ഇന്നലത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടതെന്ന് മാത്യു ടി തോമസ് പ്രസ്താവനയിൽ പറഞ്ഞു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, JDSന്റെ യോഗത്തിൽ ജില്ലാ കമ്മിറ്റികൾ വലിയ എതിർപ്പ് ഈ ബ്രൂവറിക്കെതിരെ പ്രകടിപ്പിക്കുകയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തുവെന്നൊക്കെയായിരുന്നു വാർത്ത. ഇന്നിപ്പോൾ മാത്യു ടി തോമസ് തള്ളുകയാണോ? ആ സംഭവം ഉള്ളതാണ്. ആ വാർത്തയെ JDSന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം തള്ളിക്കളയുന്നു. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത പോലെയുള്ള വിമർശനങ്ങൾ, മന്ത്രി മാറണം എന്ന ആവശ്യം, ഇതെല്ലാം യോഗത്തിൽ ഉയർന്നു വന്നു. പക്ഷേ യോഗത്തിന്റെ പൊതു തീരുമാനമായിട്ട് ഇപ്പോൾ മാത്യു ടി തോമസ് അറിയിച്ചിരിക്കുന്നത് മദ്യനിർമ്മാണശാലയെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന തരത്തിൽ തന്നെയാണ്. പ്ലാച്ചിമടയിൽ 20 കൊല്ലം മുമ്പ് കൊക്കക്കോള കമ്പനി സ്ഥാപിക്കാൻ ശ്രമിച്ച പ്ലാന്റിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭത്തിന് JDS ആണ് നേതൃപരമായ പങ്ക് വഹിച്ചത്. ഭൂഗർഭജലം വൻതോതിൽ ഊറ്റിയെടുക്കുവാൻ ലക്ഷ്യമിട്ട ഒരു പദ്ധതിയായിരുന്നു അന്ന് അതുകൊണ്ടാണ് അതിനെ അന്ന് എതിർത്തത്. അതിന് സമാനമല്ല ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുക വഴി ഇപ്പോഴങ്ങനെ ഭൂഗർഭജലം ഉപയോഗിക്കില്ല, അതിനെ ഞങ്ങൾ എതിർത്തു, പക്ഷെ ഇതിനെ ഞങ്ങൾ എതിർക്കില്ല എന്ന ധ്വനി അതിനകത്തുണ്ട്. ഭൂഗർഭജലം ഒരിറ്റു പോലും ഉപയോഗിക്കില്ല എന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തന്നെ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ കുടിവെള്ളത്തിനും ജലസേചന ആവശ്യങ്ങൾക്കും ഒരു വിധത്തിലും തടസ്സമുണ്ടാകില്ല എന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. ആ വസ്തുത ഫലപ്രദമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് യോഗത്തിൽ ആവശ്യം പറഞ്ഞത്. മറിച്ചുള്ള വാർത്തകൾ തൽപര കക്ഷികൾ കെട്ടിച്ചമച്ചവ മാത്രമാണെന്നാണ് മാത്യു ടി തോമസ് പറഞ്ഞു വെക്കുന്നത്. മന്ത്രിമാറ്റം എന്നൊരു വിഷയം പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ല എന്നും മാത്യു ടി തോമസ് വ്യക്തമാക്കി. അങ്ങനെ അജണ്ടയിൽ അത് ഇല്ല, പക്ഷേ അജണ്ടയിൽ ഉൾപ്പെടുത്തണം എന്ന ആവശ്യം യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. മാത്യു ടി തോമസിന്റെ ജില്ലാ പ്രസിഡന്റുമാർ കത്തും നൽകിയിട്ടുണ്ട് മന്ത്രിയെ മാറ്റണമെന്ന്. താൻ മന്ത്രിയാവാൻ, ഒരു വർഷത്തേക്ക് താൻ മന്ത്രിയാവാൻ ഇല്ല എന്ന് മാത്യു ടി തോമസ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നലെ യോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങളെ, ആ വിമർശനങ്ങൾ, യോഗത്തിലുണ്ടായ വിമർശനങ്ങളെ തള്ളിക്കൊണ്ട് പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് JDSന്റെ സംസ്ഥാന അധ്യക്ഷൻ ചെയ്തിരിക്കുന്നത്. സെയ്ഫ് സൈനുലാബ്ദീൻ, തിരുവനന്തപുരത്ത്.